ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പനീർ കറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു 200 ഗ്രാം പനീർ എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പനീർ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു നല്ല വലിപ്പമുള്ള ഒരു 2 തക്കാളി നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു 3 കാശ്മീരി ചില്ലി എടുത്ത് ഒരല്പം ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എരിയൊന്നും ഉണ്ടാവില്ല, കളറിന് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വറ്റൽമുളക് എടുത്തിട്ട് അതിനുള്ളിൽ അരിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ച് കുതിർത്ത് ഇതിലേക്ക് ചേർത്ത് അരച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ എരി ഉണ്ടാവില്ല, നല്ല കളർ കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം തൈരാണ്. നല്ല കട്ട തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കറിക്ക് ഒരല്പം കൊഴുപ്പൊക്കെ കൊടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 10-15 കാഷ്യൂ നട്ട്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോരോ ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കസൂരി മേത്തിയോട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കസൂരി മേത്തിയിൽ നിന്നൊക്കെ നല്ലൊരു മണം വരും. ആ മണം വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ പനീർ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരാനാണ്. ഒരുപാട് നേരം വേവിട്ട് വഴറ്റി അതിനെ ഹാർഡാക്കാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ലൈറ്റായിട്ടൊന്ന് ക്രിസ്പായി ഈ മസാലകളൊക്കെ അതിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1-2 മിനിറ്റോളം മാത്രം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതേ പാനിൽ തന്നെ നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ നന്നാവില്ല, അതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നു. അല്ലെങ്കിൽ ഒരല്പം ബട്ടർ ചേർത്താലും മതിയാവും. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പൂ, പിന്നെ ഒരല്പം പട്ട, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സ്പൈസസിൻ്റെയൊക്കെ മണം ഈ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഈ സ്പൈസസൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം. നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചതച്ച് ചേർത്താലും മതിയാവും കേട്ടോ. ഇനി ഈ വെളുത്തുള്ളി ഒരുപാട് ഇങ്ങനെ വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. 1-2 മിനിറ്റ് കൊണ്ടിങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് കുക്കായി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി, കാഷ്യൂ നട്ട്സ് ഒക്കെ ഉള്ള ഒരു പേസ്റ്റാണിത്. ഇനിയിപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അത് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം എടുക്കും കേട്ടോ. ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വേണ്ടി ഇതുപോലെ ഈ കറീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അതുവരെയിൽ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന മിക്സിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 1 കപ്പ് വെള്ളത്തോളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിള വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന പനീർ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലൊരു തിള വന്നതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് മൂടി വെച്ച് എണ്ണ തെളിയുന്നവരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പനീർ മസാല തയ്യാറാവും കേട്ടോ.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പനീർ കറിയാണിത്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം എടുക്കും കേട്ടോ അത് നന്നായിട്ട് റെഡിയായി വരാനായിട്ട്. ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ 1-2 തവണ തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇത് നോക്കി, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി ഒന്നും കൂടെ ഒന്ന് കുറുകി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരല്പം ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ചേർക്കുന്നില്ലേ, ആ സമയത്ത് ഒരല്പം വെള്ളം കൂടെ കൂടുതൽ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്വാദൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എരിയും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പനീർ മസാല തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പനീർ മസാല നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ദേ നോക്കി, എത്ര എളുപ്പത്തിൽ നമ്മൾ തയ്യാറാക്കിയതല്ലേ. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.